नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम मिसाइल मैन अब्दुल कलाम नामक एक पार्ट पढ़ा था। तो उसमें कुछ एक्सरसाइज है, टेक्स्ट बुक में कुछ एक्सरसाइज है, नोट्स एक्सप्लेनेशन हम किया था। तो बाकी हमें आज पढ़ना चाहिए। तो तुम्हारे टेक्स्ट बुक में पेज नंबर 74 में एक ഗ്രാമർ പോർഷൻ है, ഒരു ഗ്രാമർ കണ്ടന്റ് ഉണ്ട്. നമുക്കത് പഠിക്കണം. എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ്. प्रत्यय और उपसर्ग क्या है? प्रत्यय और उपसर्ग. प्रत्यय लगाकर लिखो, उपसर्ग लगाकर लिखो എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രത്യയം അല്ലെങ്കിൽ ഉപസർഗം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം പേജ് നമ്പർ 74 എടുക്കുക. അതിൽ ഒരു എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. परिवार. परिवार परिवार माने क्या है? फैमिली, कुटुंबम अल्ले. then अगला है आरंभिक. आरंभिक എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാർട്ടിംഗ്, തുടക്കം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വേർഡ്സിനകത്തും എന്തുണ്ട്? ഉപസർഗവും അതുപോലെ തന്നെ പ്രത്യയവും ഉണ്ട്. അത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഉപസർഗം ചേർക്കുന്നത് അല്ലെങ്കിൽ പ്രത്യയം ചേർക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. पहला है परिवार. यहाँ देखो, परिवार क्या है? परिवार. परिवार माने क्या है? फैमिली. क्या है? फैमिली. तो हम पहले स्प्लिट करेंगे. कैसे स्प्लिट करना है? परी जमा वार. ഈ പ്ലസിനെ നമ്മൾ ജമാ എന്നാണ് പറയുന്നത് കേട്ടോ. പരി ജമ वार. കണ്ടോ? പരി ജമ वार. तो अगला शब्द है आरंभिक. आरंभिक. आरंभिक क्या है? आरंभिक. तो ये भी हमें स्प्लिट करना है. कैसे स्प्लिट करूँगा? आरंभ प्लस इक. क्या है? आरंभ प्लस इक. ऐसा हमें स्प्लिट करना चाहिए. तो ये शब्द ये देखो, परिवार है ना. परिवार में परी है क्या? शब्दांश. परी एक शब्दांश है. और हम आरंभिक में इक एक शब्दांश है. ശബ്ദാംശം എന്ന് പറയുമ്പോൾ എന്താ? ശബ്ദങ്ങൾ അടങ്ങിയ ചെറിയ അംശം, ചെറിയ വാക്കുകൾ നമ്മൾ പറയത്തില്ല, ശബ്ദാംശം. क्या है? ശബ്ദാംശം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഈ പരിവാർ എന്നുള്ള വാക്കിൽ പരി എന്നുള്ള ഒരു ശബ്ദാംശം നമ്മൾ ഈ വാർ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ചേർത്തപ്പോൾ നമുക്ക് പുതിയൊരു വേർഡ് കിട്ടി, പുതിയ മീനിങ് ആയി. പരിവാർ. അതുപോലെ തന്നെ ആരംഭ എന്നുള്ള വേർഡിൻ്റെ കൂടെ ഇക്ക് എന്നുള്ള ശബ്ദാംശമാണ് ചേർത്തത്. അപ്പോൾ ഇവിടെ എന്തായി? പുതിയൊരു വേർഡ് കിട്ടി, ആരംഭിക. ഹേന. അതായത് ഒരു ശബ്ദത്തിൻ്റെ, ഒരു സൗണ്ടിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ചേർക്കുന്ന ശബ്ദാംശങ്ങളെയാണ് എന്ത് പറയുന്നത്? ഉപസർഗ് എന്ന് പറയുന്നത്. എന്ത് പറയും? ഉപസർഗ്. ഇനി ഇവിടെയോ ഒരു ശബ്ദത്തിൻ്റെ പിന്നിലായി ചേർക്കുന്ന, പിന്നിൽ ഇഗ് പിന്നിലായി ചേർക്കുന്ന ശബ്ദാംശങ്ങളെയാണ് നമ്മൾ പ്രത്യയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉപസർഗങ്ങൾ അല്ലെങ്കിൽ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്? ഏതെങ്കിലും വാക്കുകളുടെ മുന്നിലോ പിന്നിലോ ചേർക്കുന്ന ശബ്ദാംശങ്ങളെയാണ് ഉപസർഗങ്ങളെന്നും പ്രത്യയങ്ങളെന്നും പറയുന്നത്. എന്താണ് ഉപസർഗവും പ്രത്യയവും? किसी शब्द के आगे या पीछे जोड़ने वाले शब्दांश को हम प्रत्यय यानी प्रत्यय और उपसर्ग कहते हैं. അതായത് ഏതെങ്കിലും ശബ്ദങ്ങളുടെ മുന്നിലായിട്ടോ പിന്നിലായിട്ടോ ചേർക്കുന്ന വാക്കുകളെയാണ് ഉപസർഗമെന്നും പ്രത്യയമെന്നും പറയുന്നത്. അപ്പോൾ ഉപസർഗം പ്രത്യയമെന്ന് നമ്മൾ കോമൺ പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഉപസർഗം എന്താണെന്നും പ്രത്യയം എന്താണെന്നും പഠിക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്കത് കുറച്ചുകൂടി വിപുലമായിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് ഉപസർഗം നോക്കിക്കോളൂ. किसी शब्द के आगे जुड़ने वाले शब्दांश को हम उपसर्ग कहते हैं और किसी शब्द के पीछे जुड़ने वाले शब्द को हम प्रत्यय कहते हैं. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ഉപസർഗം? ഏതാണിത്? ഇതാണ് ഉപസർഗം. പരി എന്നുള്ളതാണ് ഉപസർഗം. और हम इस शब्द में इक है प्रत्यय. ഓക്കെ. तो നമുക്ക് ഇവിടെ എന്ത് എഴുതാം? उपसर्ग. क्या है? उपसर्ग. उपसर्ग. और यहाँ क्या है? उपसर्ग. उपसर्ग. और यहाँ प्रत्यय. क्या है? प्रत्यय. उपसर्ग प्रत्यय किसी शब्द के आगे
जो शब्दांश जुड़ने वाले हैं उसे हम क्या कहते हैं, उपसर्ग कहते हैं, और किसी शब्द के पीछे हम जुड़ने वाले शब्दांश को हम प्रत्यय कहते हैं। तो एग्जाम्पल भी है, देखो मूल शब्दों में पहले या बाद, ഈ മൂൽ ശബ്ദം എന്ന് പറയുന്നത് ഏതാണോ പ്രധാനമായിട്ടും അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് അതാണ്. അതായത് ഇവിടെ മൂൽ ശബ്ദം എന്ന് പറയുമ്പോൾ വാർ എന്നുള്ളതാണ്, ഇവിടെയോ ആരംഭം എന്നുള്ളതാണ് മൂൽ ശബ്ദം. ആ മൂൽ ശബ്ദത്തിൻ്റെ കൂടെയാണ് ബാക്കി എന്ത് വരുന്നത്, ശബ്ദാംശം വരുന്നത്. ഓക്കെ, किसी मूल शब्द में पहले या बाद में कुछ शब्दांश जोड़कर हम नए शब्द बना सकते हैं. ഏതെങ്കിലും ഒരു മൂലശബ്ദത്തിൻ്റെ മുന്നിലായിട്ടോ പിന്നിലായിട്ടോ നമുക്ക് ശബ്ദാംശങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കാം. इससे शब्दों के अर्थ में परिवर्तन हो जाता है. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ആ ശബ്ദങ്ങളുടെ മൂല അർത്ഥം എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് പുതിയ വേർഡ് നമുക്ക് പുതിയ മീനിങ്ങോട് കൂടിയ പുതിയ വാക്കുകൾ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി നമ്മൾ ഉപസർഗം എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ऐसे शब्दांश जो किसी शब्द से पहले लगकर उसका अर्थ बदल दे वे उपसर्ग कहते हैं. क्या है? किसी मूल शब्द के आगे जुड़ने वाले शब्दांश को उपसर्ग कहते हैं. और यहाँ क्या है? मूल शब्द के पीछे जुड़ने वाले शब्दांश को प्रत्यय कहते हैं. और उदाहरण भी है यहाँ देखो. ഇനി നമ്മൾ ഇവിടെ ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ പ്ര എന്ന് പറയുന്ന ഒരു ശബ്ദാംശം വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഉപസർഗങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്കുകളുണ്ടാകാം. എങ്ങനെയാണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രധാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാൻ, तो प्रधान क्या है? प्रधान में प्रा शब्द उपसर्ग है. और उसके बाद പ്രചാർ, പ്രചാർ, ഈ പ്രചാറിൽ പ്രാ എന്നുള്ള ശബ്ദം എന്താണ്? ഉപസർഗാണ്. അതുപോലെ അഭിനേത, 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 അഭിനേത്രി എന്ന് പറയുമ്പം അഭി എന്നുള്ള ശബ്ദം എന്താണ്? ആ എന്നുള്ള ശബ്ദം എന്താണ്? സോറി, അഭി എന്നുള്ള ശബ്ദം എന്താണ്? ഉപസർഗാണ്. ഓക്കെ, तो यहाँ प्रत्यय, ഇനി പ്രത്യയം നമ്മൾ നോക്കുകയാണെങ്കിലോ നമുക്കിതാ മോർണി, മോർണിയിൽ നീ എന്നുള്ള ശബ്ദം എന്താണ്? ശബ്ദാംശം പ്രത്യയമാണ്. അതുപോലെ ഷേർണി, ഷേർണി, ഷേർണിയിൽ എന്താണ്? നീ എന്നുള്ള ശബ്ദം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? പ്രത്യയമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് മിലാക്കർ, ഭാരതീയ, ഹവൽദാർ, പഠായി, ശില്പക്കാർ, അങ്ങനെ ഒരുപാട് വാക്കുകൾ പ്രത്യയങ്ങൾ ചേർത്തിട്ടുള്ള പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഉപസർഗങ്ങൾ നോക്കുകയാണെങ്കിൽ വികാസ്, രവിവാർ, നിഡർ, ബേക്കാം, നാരാസ് എന്നീ തുടങ്ങിയിട്ടുള്ള ഉപസർഗങ്ങൾ ചേർന്ന പുതിയ വാക്കുകളും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായോ എന്താണെന്ന്? അപ്പോൾ किसी मूल शब्द के आगे जुड़ने वाले शब्दांश को हम उपसर्ग कहते हैं और किसी मूल शब्द के पीछे जुड़ने वाले शब्दांश को हम प्रत्यय कहते हैं. അപ്പോൾ അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സസൈസ് ഉണ്ട്, നമുക്കിനി അതിലേക്ക് കടക്കാം. പേജ് നമ്പർ 75 നിങ്ങളത് ഫില്ല് ചെയ്യണം. 2 ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യയം എന്നും ഉപസർഗം എന്നും കൊടുത്തിട്ടുണ്ട്. प्रत्यय और उपसर्ग. पहला शब्द है വി ജമാ കാസ്. ഇതെങ്ങനെ നമ്മൾ എഴുതും? വി ജമാ കാസ്, വി ജമാ കാസ് നമ്മൾ ചേർത്ത് എഴുതുക. എങ്ങനെ കിട്ടും? विकास. क्या है? विकास. तो यहाँ वी है उपसर्ग. क्या है? वी है उपसर्ग. ओके, देन उसके बाद रवि जमा वार. क्या होगा? रविवार, रविवार. तो यहाँ रवि है उपसर्ग. देन अगला निडर, नी जमा डर, निडर. तो यहाँ नी है उपसर्ग. तो ये दोनों मिलाकर हमें एक नया शब्द मिलते हैं, निडर. ओके, देन बेकाम, बे उपसर्ग है,
उसके साथ काम बेकाम, बेकाम। तो लास्ट वन ना जमा राज, राज। तो ये दोनों जोड़कर नाराज मिलेंगे, नाराज। तो यहाँ ना है उपसर्ग, देखा यहाँ वी, विकास में वी, रविवार में रवि, निडर में नी, बेकाम में बे, नाराज में ना, ये सभी उपसर्ग है। तो वैसे भी हमें प्रत्यय लिखना है, लिखना होगा। तो यहाँ देखो मिला मूल शब्द है, उसके साथ कर, कर है क्या प्रत्यय शब्द, ये दोनों जोड़कर हमें मिलाकर मिलते हैं, मिलाकर। ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം കേട്ടോ, मिलाकर। then अगला भारत जमा ई, भारत जमा ई, भारत ई, ई है इसमें प्रत्यय शब्द। तो यहाँ ये दोनों जोड़कर हमें भारतीय मिलते हैं, भारतीय നമ്മൾ ചേർത്ത് തന്നെ എഴുതണം കേട്ടോ। അപ്പോൾ ഭാരത് ഈ എന്ന് നിങ്ങൾ എഴുതരുത്, ഭാരത് കൊടുത്തിട്ട് ഈ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് എഴുതുക. അപ്പോൾ ഈയുടെ മാത്രം ഏതാണ് ഈ ദീർഘം അല്ലേ, ബെഡി, എന്നിട്ട് നമ്മൾ ഇതുപോലെ എഴുതണം കേട്ടോ, ഭാരതീയ। देखा। देन अगला है क्या है अगला शब्द, अगला शब्द है हवलदार। देखो हवल जमादार, ये दोनों जोड़कर हमें क्या मिलते हैं, हवलदार, हवलदार। तो यहाँ ये दार शब्द प्रत्यय शब्द है। देन अगला पढ़ जमा आई, पढ़ जमा आई, आई है प्रत्यय शब्द। तो यहाँ ये दोनों जोड़कर ഇത് രണ്ടും കൂടെ ചേരണം കേട്ടോ, ഈ ആയുടെ മാത്ര ഈ ഢായിൽ ചേരുമ്പോൾ എന്താവും പഠാ, കണ്ടോ പഠായി അങ്ങനെ തന്നെ എഴുതണം, അല്ലാതെ പഠ് ആയി അതുപോലെ ഇവിടെ ഭാരത് ഈ അങ്ങനെ എഴുതരുത്, ഭാരതീയ പഠായി। देन लास्ट शब्द क्या है, शिल्प जमाकार, क्या शिल्पकार, क्या है शिल्पकार, ओके शिल्पकार। तो ये है टेक्स्ट बुक में पूरा करना है, ओके पेज नंबर 75। देन अगला ये देखो नेक्स्ट पेज 76 में दिए गए वाक्यों के सामने सही और गलत का निशान लगाइए। താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്യാണ് क्वेश्चन। അപ്പോൾ നമുക്ക് फर्स्ट क्वेश्चन നോക്കാം। उपसर्ग और प्रत्यय का प्रयोग शब्दांश के रूप में होता है। उपसर्ग और प्रत्यय का प्रयोग शब्दांश के रूप में होता है। ഇവിടെ പറയുന്നത് ഉപസർഗത്തിൻ്റെയും പ്രത്യയത്തിൻ്റെയും പ്രയോഗം ശബ്ദാംശങ്ങളുടെ രൂപത്തിലാണ് ചെയ്യുന്നത്। ശരിയാണോ തെറ്റാണോ? ये सही है ना, അത് കറക്റ്റാണ്, ശരിയാണ്। അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, സൈൻ സഹി നിശാൻ लगाना, ടിക്ക് കൊടുക്കുക, ഓക്കെ ടിക്ക് पहला फर्स्ट वन व्हाट ടിക്ക് കൊടുക്കുക। फर्स्ट टिक കൊടുക്കുക। देन सेकंड वन देखो, उपसर्ग का अर्थ होता है पहले जोड़ना। ഉപസർഗത്തിൻ്റെ അർത്ഥം പഹലെ ജോഡന എന്നാകുന്നു। തെറ്റല്ലേ? അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞതേ ഇല്ല, പഠിച്ചതുമില്ല അല്ലേ। അപ്പോൾ यहाँ क्या होगा, गलत चिन्ह होगा। देन तीसरा क्या है, प्रत्यय शब्द के आरंभ में जुड़ते हैं। പ്രത്യയ ശബ്ദം ഒരു മൂൽ ശബ്ദത്തിൻ്റെ ആദ്യം ആരംഭത്തിലാണ് കൊടുക്കുന്നത്। തെറ്റല്ലേ? ഒരു മൂൽ ശബ്ദത്തിൻ്റെ ആദ്യം കൊടുക്കുന്ന ഉപസർഗമാണ്, മൂൽ ശബ്ദത്തിൻ്റെ പുറകിലായിട്ടാണ് പിന്നിലായിട്ടാണ് എന്ത് പ്രത്യയം കൊടുക്കുന്നത്। അപ്പോൾ ഇവിടെ എന്താണ് गलत चिन्ह लगाना। देन फोर्थ क्वेश्चन, फोर्थ स्टेटमेंट देखो, उपसर्ग से शब्द के अर्थ में परिवर्तन हो सकता है। ഉപസർഗം ചേർക്കുമ്പോൾ ആ ശബ്ദത്തിൽ പരിവർത്തനം മാറ്റം ഉണ്ടാകുന്നു। ശരിയല്ലേ? കറക്റ്റാണ്, സഹി। देन लास्ट वन, अभिनेता में अभि शब्द उपसर्ग है। അഭിനേതായിൽ അഭി എന്നുള്ള ശബ്ദം ഉപസർഗമാകുന്നു। ശരിയാണ്, അഭിനേതായിൽ അഭി എന്നുള്ള ശബ്ദം ഉപസർഗമാകുന്നു। അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക, ഓക്കെ। ദെൻ അഗല ഹെ, നിങ്ങളുടെ
തൊട്ട് താഴെ മൂന്നാമത്തെ ഒരു റോമൻ നമ്പർ അല്ല നമ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദിയേ ഗയേ ശബ്ദോं में से भिन्न उपसर्ग युक्त शब्द चुनकर लिखिए. താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൽ ഭിന്നമായിട്ടുള്ള ഉപസർഗയുക്ത ശബ്ദം, അതായത് 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം എന്താണ്, സെയും ഉപസർഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ശബ്ദം എന്താണ്, അത് സെയിം ഉപസർഗമല്ല, ഉപസർഗം ചേർന്നിട്ടുണ്ട്, പക്ഷേ അത് ഒരേ ഉപസർഗമല്ല. അപ്പോൾ അങ്ങനെയുള്ള വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് ഇങ്ങോട്ട് മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ നോട്ട്സായി തന്നിരിക്കുന്നത് അതിൽ ഗോല ലഗാന, വട്ടം വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് കൂട്ടത്തിൽ പെടാത്തതിന് ചുറ്റും വട്ടം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ ചെയ്യണം. അതല്ല ഇതിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അശാന്തി, അസത്യ, ഉപകാർ. കണ്ടോ, 3 വേർഡ് കൊടുത്തിട്ടുണ്ട്. അശാന്തി, അസത്യ, ഉപകാർ. ഇവിടെ നോക്കിക്കേ, അശാന്തി, അസത്യ, ഉപകാർ. കണ്ടോ, ഇതിൽ എല്ലാത്തിലും എന്തുണ്ട്, ഉപസർഗം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഉപസർഗയുക്ത ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ എന്നാൽ ഇതിൽ 2 എണ്ണത്തിൽ സെയിം ആണ്. കണ്ടോ, ആയാണ്. 2 വേർഡ്സിൽ ആ എന്നുള്ള ഉപസർഗം ചേർന്നിട്ടുണ്ട്. മൂന്നാമത് നോക്കിയോ, ഉ എന്നുള്ള ഉപസർഗമാണ്. അപ്പോൾ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് താഴേക്ക് മാറ്റി തന്നിട്ടുള്ള സ്ഥലത്തേക്ക് എഴുതുക. ഉപകാർ എന്നുള്ള ശബ്ദം അങ്ങോട്ടേക്ക് എഴുതുക. ഈ വട്ടം വരയ്ക്കാനാണെങ്കിൽ വട്ടം വരയ്ക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ, ഉപകാർ, അപമാൻ, അഭാവ്. 2 ശബ്ദത്തിൽ എന്താണ്, ആ എന്നുള്ള ഉപസർഗം, ഒന്നിൽ ഊ ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഉപകാർ എന്ത് ചെയ്യുക, വട്ടം വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതണം ഉപകാരം എന്നുള്ളത്. ഓക്കെ, ദെൻ അകല ഗ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആകാശ്, ആദാൻ, ഉറിണ്. കണ്ടോ, ആകാശ്, ആദാൻ, ഉറിണ്. അപ്പോൾ ഇതിൽ 2 വേർഡ്സിൽ ആ എന്നുള്ള ഉപസർഗം വന്നിട്ടുണ്ട്, ഒന്നിൽ ഉ എന്നുള്ള ഉപസർഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഉറിണ് എന്നുള്ള വേർഡ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതണം. അടുത്തത് പ്രകാശ്, പ്രയാസ്, പരാജയ്. കണ്ടോ, ഇതിൽ 2 വേർഡ്സിൽ പ്ര എന്നുള്ള ഉപസർഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ പരാജയ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൽ കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പരാജയ് എന്നുള്ള വേർഡ് എഴുതുക. ദെൻ ഭർപേട്, ഭർസഗ്, സർഹദ്. കണ്ടോ, ഭർപേട്, ഭർസഗ്, സർഹദ്. 2 വാക്കുകളിലായിട്ട് ഭർ എന്നുള്ള ഉപസർഗവും ഒന്നിൽ സർ എന്നുള്ള ഉപസർഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സർ എന്നുള്ള ഉപസർഗം വരുന്ന വാക്ക് സർഹദ് ഇങ്ങോട്ടേക്കായിട്ട് നീക്കി എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഒരെണ്ണമുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ദിയേ ഗയേ വാക്യാംശോं के लिए സഹി ശബ്ദ ചുൻകർ ലിഖിയേ. താഴെ നിങ്ങൾക്ക് ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. വിജ്ഞാൻ കെ ക്ഷേത്രമേം കാം കർണേ വാല. ഓപ്ഷൻ ഉണ്ട്. എന്താണ്, വിജ്ഞാൻ കെ ക്ഷേത്രമേം കാം കർണേ വാല. വിജ്ഞാൻ, സയൻസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾ ആരാണ്, വൈജ്ഞാനിക്, സയൻറ്റിസ്റ്റ് അല്ലേ. നയി ഖോജ് കർണേ വാല, പുതിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആൾ. ഖോജ്ന എന്ന് വെച്ചാൽ എന്താ, ടു ഫൈൻഡ്. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ നമ്മൾ എന്ത് പറയും, നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ജലചർ, നാവിക്, കുംഹാർ, മൃദുഭാഷി, വൈജ്ഞാനിക്, അന്വേഷക്. അപ്പോൾ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളാരാണ്, അന്വേഷക്. ഓക്കെ, ദെൻ തേർഡ് വൺ, നാവ് ചലാനെ വാല. നാവ്, വള്ളം തുഴയുന്ന ആൾ. നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. അത് അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ പിതാവ് ആരായിരുന്നു, നാവിക് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ, നാവിക്. ദെൻ ഫോർത്ത്, മിട്ടി കെ ബർത്തൻ ബനാനെ വാല. മിട്ടി, മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ, ചെളി കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളാരാണ്, കുംഹാർ. ആരാണ്, കുംഹാർ, കുംഹാർ. ദെൻ ഫിഫ്ത്ത്, ജൽ മേ രഹനെ വാല. ജലത്തിൽ വസിക്കുന്നത് ആരാണ്, ജലചർ. ക്യാ ഹേ, ജൽചർ, ജൽചർ, ജലത്തിൽ വസിക്കുന്ന ജൽചർ. മീഠ ബോൾനെ വാല, മധുരമായി സംസാരിക്കുന്നവൾ ആരാണ്, മധുരമായി സംസാരിക്കുന്നത്, മൃദുഭാഷി, മൃദുവായിട്ട് സംസാരിക്കുന്നത്, മൃദുഭാഷി. അപ്പോൾ ഇത്ര എക്സസൈസ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ കണ്ടോ. പാഠമേ ആയേ സംജ്ഞ സർവനാമ വിശേഷൺ ശബ്ദവും കോ ढूंढ कर लिखिए. ഈ പുസ്തകം വായിച്ച് പാഠം വായിച്ചതിന് ശേഷം അതിലുള്ള സംജ്ഞാ ശബ്ദവും
സർവനാം ശബ്ദവും വിശേഷൺ ശബ്ദവും നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ओके, तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.